ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി അവലും മുട്ടയും വെച്ച് തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഇത് നമ്മൾ ചൂടോടെ കഴിക്കാനാണെന്നുണ്ടെങ്കിലും ചൂടാറി കഴിക്കാനാണെന്നുണ്ടെങ്കിലും നമുക്കിതിൻ്റെ കൂടെ കറിയുടെ ആവശ്യമൊന്നുമില്ല. ഇത് വെറുതെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. കറികളുടെ കൂടെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റാണിത്. അപ്പോൾ നമ്മുടെ ഈ ഒരു റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 2 കപ്പ് അവിലാണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യമേ തന്നെ ഈ ഒരു അവല് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തതിന് ശേഷം നമുക്കിത് അരയ്ക്കാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു മിക്സിയുടെ ജാറിൽ തന്നെ ഞാനിത് നല്ലപോലെ പൊടിച്ചെടുക്കുകയാണ്. എന്നിട്ട് ഇതിൽ തന്നെ അരയ്ക്കാൻ വേണ്ടിയാണ് വലിയൊരു മിക്സിയുടെ ജാറ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇതിലേക്ക് 2 കപ്പ് അവലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു സ്പൂൺ കൊണ്ട് കോരി കാണിച്ചു തരാം. പൊടിച്ചെടുത്ത അവല് ഇതാ ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ 2 കപ്പ് അവലിന് വേണ്ടി എടുത്തിട്ടുള്ളത് 2 മുട്ടയാണ്. 250 ml കപ്പിൻ്റെ അളവിന് 2 കപ്പ് അവലിന് വേണ്ടിയാണ് ഇതുപോലെ 2 കോഴിമുട്ട എടുത്തിട്ടുള്ളത്. എത്രയാണോ അവലെടുക്കുന്നത് അതിനനുസരിച്ച് മുട്ടയുടെ എണ്ണവും കൂട്ടിയെടുക്കണം. എന്നാലാണ് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു പരുവത്തിൽ ഈ ഒരു പലഹാരം കിട്ടുള്ളൂ. ഇനി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് വെള്ളമാണ്. വെള്ളം ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ ഒരു സ്പൂൺ കൊണ്ട് ഈ ഒരു മിക്സ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ ബ്ലേഡിലൊക്കെ ആയിട്ട് ഈ പൊടിയും വെള്ളവും ഒട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ അരക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതൊന്ന് എളുപ്പമാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ ഈ ഒരു കപ്പ് വെള്ളം മാത്രം മതിയാവില്ല. ആദ്യം ഈ ഒരു 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് അരച്ചു കൊടുക്കുമ്പോൾ ഇത് അരയാതായിട്ട് വരും. കാരണം അവലാണ് നല്ലപോലെ വെള്ളം കുടിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു പരുവത്തിൽ നമുക്കിതിനെ അരച്ചെടുക്കണം. ഇനി അടുത്തതായി ഇതിലേക്ക് നല്ലൊരു മണത്തിനും ടേസ്റ്റിനും വേണ്ടിയിട്ട് 1 സ്പൂൺ അളവിൽ നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത്. നെയ്ക്ക് പകരം ബട്ടർ ചേർത്ത് കൊടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ 1 സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഇനി അതേ സ്പൂൺ അളവിൽ തന്നെ ഒരു 1/4 സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലിപ്പോൾ ഈ ഒരു മാവ് കറക്റ്റ് പരുവത്തിനായിട്ടില്ല, കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാനുണ്ട്. അവല് അരച്ചെടുത്തുകൊണ്ട് നമ്മൾ എന്ത് പലഹാരം തയ്യാറാക്കുമ്പോഴും നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ആദ്യമേ തന്നെ അവല് വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ഒഴിച്ചു കൊടുക്കാൻ നിന്നാൽ അതിൻ്റെ പരുവം കറക്റ്റായി കിട്ടത്തില്ല. ഇപ്പോൾ ഞാൻ ഈ ഒരു 250 ml കപ്പിൽ തന്നെ ഒരു 1/2 കപ്പ് അളവും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടി നന്നായിട്ട് നമുക്കിതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതുവരേക്കും ഈ ഒരു അവലിന് വേണ്ടി നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളത്തിൻ്റെ അളവ് ആദ്യം നമ്മൾ അവല് പൊടിച്ചെടുത്ത പാടെ തന്നെ അരച്ചെടുക്കാൻ വേണ്ടി 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചു. പിന്നെ അരച്ചുകൊണ്ടിരിക്കുമ്പോൾ ടൈറ്റ് ആയപ്പോൾ ഞാൻ ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തു. 250 ml കപ്പിൻ്റെ അളവിന് 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഇപ്പോഴും കൂടെ ഈ ഒരു 250 ml കപ്പിൻ്റെ അളവിന് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് അപ്പോൾ കറക്റ്റായിട്ട് 2 കപ്പ് വെള്ളമാണ് ഞാൻ ഈ ഒരു 250 ml കപ്പിൻ്റെ അളവിന് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ മാവിൻ്റെ കറക്റ്റ് ഒരു പരുവം. ഇനി ഇത് ചുട്ടെടുക്കാനായിട്ട് ദോശ ചുടുന്ന ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിലോ എണ്ണയോ നെയ്യോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ദോശ ചുടാനൊക്കെ എടുക്കുന്ന പോലെ ഇതുപോലെ ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഇതുപോലെ പരത്തിയെടുക്കുമ്പോൾ ഈ മാവ് നല്ലപോലെ ഉരുളുന്നതായിട്ട് തോന്നും. അതൊന്നും പ്രശ്നമില്ല. എങ്ങനെ ആയാലും ഈ മാവ് ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കണം. ഞാനിപ്പോൾ സാധാരണ ദോശയ്ക്ക് വേണ്ടി പരത്തി കൊടുക്കുന്ന അതേപോലെ തന്നെ നല്ലപോലെ പരത്തി കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ എങ്ങനെ പരത്തി കൊടുത്താലും എത്ര സ്മൂത്തായിട്ട് ഈ മാവിരുന്നാലും മുട്ടയും നെയ്യും ഉള്ളതുകൊണ്ട് നമുക്കിത് പാനിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഇളകി വരും. ഈ ഒരു പരുവത്തിൽ വേണം പാനിൽ നിന്ന് നമ്മൾ ഇത് എടുക്കാനായിട്ട്. ഇതുപോലെ വെന്ത് വരുമ്പോഴത്തേക്ക് ഈ ഒരു പാനിൽ നിന്ന് ചുറ്റും തനിയെ വിട്ട് വരും. ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും എത്രത്തോളമായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് എന്നും. കാണാനും നല്ല ഭംഗിയാണിത്. കഴിച്ചാലും നമുക്ക് കൊതി തീരെയില്ല. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ് ഇത്. നമുക്ക് ചൂടോടെ തന്നെ ഇതുപോലെ വെറുതെ കഴിക്കാനാണെങ്കിലും ഭയങ്കര ടേസ്റ്റാണ്. ചൂടാറിക്കഴിഞ്ഞാലും ഇത് ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് ഏത് കറികളുടെ കൂടെ വേണമെങ്കിലും കഴിക്കാവുന്നതുമാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ എല്ലാ മാവിലും ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.
അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.